നമസ്തേ ഓൾ എല്ലാവർക്കും PSC ടിപ്സിലോട് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് ചേർക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ചെറിയ പോർഷനാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ കുറിച്ച്. നമുക്ക് നോക്കാം. വൈറ്റമിൻസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്നും വാട്ടർ സോലുബിൾ വൈറ്റമിൻ എന്നും. അതിൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ. എന്താണ്? വൈറ്റമിൻ എ, ഡി, ഇ, കെ ആണ് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയുമാണ്. ഓക്കെ, വാട്ടർ സോലുബിൾ വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഫാറ്റ് സോലുബിൾ വൈറ്റമിന്റെ പ്രത്യേകത എന്താണ്? These vitamins are soluble in fat. അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. These include vitamin A, D, E, K. അതായത് ഏതൊക്കെ വൈറ്റമിൻസ് ആണ്? A, D, E, K ആണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. They can be absorbed in the presence of fat. ഫാറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. The amount of fat soluble vitamin you not utilize can be stored in the body. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടാതെ, അതായത് അവശേഷിപ്പായിട്ട് വരുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. Not much of fat soluble vitamins are lost in cooking procedure. അതായത് കുക്കിംഗ് പ്രൊസീജിയറിലൂടെ ഈ പറയുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൽ മിക്കതും എന്ത് ചെയ്യുന്നു? കുക്കിംഗ് പ്രൊസീജിയറിലൂടെ നഷ്ടപ്പെടത്തില്ല. ഓക്കെ, നമുക്ക് വൈറ്റമിൻ എയുടെ എന്തൊക്കെ പ്രത്യേകതകൾ നോക്കാം. വൈറ്റമിൻ എ ഈസ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ് ബീറ്റാ കരോട്ടിൻ ആൻഡ് ഇൻ ആനിമൽസ് ഇൻ ദ ഫോം ഓഫ് റെറ്റിനോൾ. അതായത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് സസ്യങ്ങളിൽ ബീറ്റാ കരോട്ടിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ആനിമൽസിൽ റെറ്റിനോളിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ യെല്ലോ ആൻഡ് ഓറഞ്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. അതായത് മഞ്ഞ കളറിലെയും അതുപോലെ ഓറഞ്ച് കളറിലെയും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എടുത്താൽ അതിൽ നിറയെ എന്ത് കാണും? വൈറ്റമിൻ എ കാണപ്പെടുന്നുണ്ട്. ബീറ്റാ കരോട്ടിൻ ഈസ് കോൾഡ് ആസ് എ പ്രിക്കസർ ഓഫ് വൈറ്റമിൻ. അതായത് വൈറ്റമിൻ എയുടെ പ്രിക്കസർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ബീറ്റാ കരോട്ടിനെയാണ്. നമുക്ക് ഇതിന്റെ വൈറ്റമിൻ എയുടെ സോഴ്സസും എന്തൊക്കെയാണ് ഫംഗ്ഷനും ഇതിന്റെ ഡെഫിഷ്യൻസി വന്നാൽ എന്തൊക്കെയാണ് പ്രശ്നം നമുക്ക് നോക്കാം. ഇപ്പം vitamin A plant sources. It is found in yellow and orange fruits and vegetables like mango, papaya, carrots and pumpkin. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മഞ്ഞ നിറത്തിലുള്ള അല്ലെ ഓറഞ്ച് നിറത്തിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ത് കാണപ്പെടുന്നു? വൈറ്റമിൻ എ കാണപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ഒക്കെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. മാംഗോ, പപ്പായ, ക്യാരറ്റ്സ്, പംകിനിലൊക്കെ ഏത് കാണപ്പെടുന്നു? റിച്ച് ആയിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ എ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫെനുഗ്രീക്ക്, സ്പിനാച്ച്, കൊറിയാൻഡർ ആൻഡ് ഡ്രംസ്റ്റിക്, ഇതിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന വൈറ്റമിൻ റിച്ച് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതൊക്കെ പ്ലാന്റ് സോഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ആനിമൽ സോഴ്സിലോ കണ്ടോ? മിൽക്ക്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ എ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഫോർട്ടിഫൈഡ് വനസ്പതി ഗീയില് എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ എ കാണപ്പെടുന്നുണ്ട്. ലിവർ മീറ്റിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ എഗ് യോക്കിൽ കാണപ്പെടുന്നുണ്ട്. ഫിഷിൽ കാണപ്പെടുന്നുണ്ട്. ഫിഷ് ലിവർ ഓയിൽ, അതായത് കോഡ് ലിവർ ഓയിലും എന്ത് കാണപ്പെടുന്നുണ്ട്? റിച്ച് ആയിട്ട് വൈറ്റമിൻ എ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ നോക്കാം. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷൻ പ്രോസസ്സിൽ ഇറ്റ് ഈസ് നെസസറി ഇൻ മെയിൻ്റനൻസ് ഓഫ് ദ ഗുഡ് വിഷൻ. നല്ല കാഴ്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒന്നാണ് എന്താണ്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ഓഫ് സ്കെലിറ്റൽ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂസ്. അതായത് അസ്ഥികളുടെയും അതുപോലെ സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ഒക്കെ വളർച്ചയ്ക്കും വളരെയധികം അത്യാവശ്യമാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ട്സ് ബോഡി ഫ്രം ഇൻഫെക്ഷൻ. നമ്മൾ പഠിച്ചു അല്ലേ, വൈറ്റമിൻസിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, എ ഒക്കെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തനത്തിൽ വരുന്നുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? അതായത് ഇൻഫെക്ഷനിൽ നിന്നൊക്കെ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഈ പറയുന്ന പോലെ നമ്മുടെ വൈറ്റമിൻ എ നമ്മുടെ ബോഡിയെ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ മുൻകൈ എടുക്കുന്നുണ്ട്. സപ്പോർട്ട് നോർമൽ ഫങ്ഷനിങ് ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ബോത്ത് ഫീമെയിൽസ് ആൻഡ് മെയിൽ. അതായത് ഫീമെയിൽസിലും അതുപോലെ തന്നെ മെയിൽസിലും റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ അല്ലെ അതിന്റെ നോർമൽ ആയിട്ടുള്ള ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? വൈറ്റമിൻ എ സഹായിക്കുന്നത്. അപ്പൊ വിഷനെ മാത്രമല്ല, കണ്ടോ എന്തിനൊക്കെയാണ്? സ്കെലിറ്റന്റെ അതുപോലെ സോഫ്റ്റ് ടിഷ്യൂസിന്റെ ഒക്കെ
ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്, പല പല ഇൻഫെക്ഷനിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് വൈറ്റമിൻ എ. അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എന്തെന്നുള്ളത് ഈ പറയുന്ന വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിഷ്യൻസി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്, എന്തൊക്കെയാണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി? സിറോഫ്താൽമിയ അല്ലേ? സിറോഫ്താൽമിയ എന്ന് പറയുന്നത് നമ്മുടെ കൺജക്റ്റൈവ ഒക്കെ ഇങ്ങനെ ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥ, അബ്നോർമൽ ആയിട്ട് ഡ്രൈ ആകുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സിറോഫ്താൽമിയ എന്ന് പറയുന്നത് അല്ലേ? അത് ഈ സിറോഫ്താൽമിയ തന്നെ ഒത്തിരി നമ്മളത് നമ്മൾ കണക്കാക്കാതിരുന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറാം? ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, കെരാറ്റോമലേഷ്യ എന്നൊരു സ്റ്റേജിലോട്ട് ഇത് പോകും. അതായത് കോർണിയൊക്കെ ഒരു അൾസറേഷൻ ഒക്കെ വരുന്ന രീതിയിലോട്ട് പോകാനുള്ള സാധ്യതയില്ല. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുണ്ട്? സിറോഫ്താൽമിയ, അതുപോലെ എന്താണ് പറഞ്ഞാൽ കെരാറ്റോമലേഷ്യ. ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കൺജക്റ്റൈവൽ സിറോസിസ്, കൺജക്റ്റൈവൽ ഇതുപോലെ തന്നെ ഡ്രൈനസ് വരുന്ന സ്റ്റേജ് ആണ് കൺജക്റ്റൈവൽ സിറോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെണ്ണം നോക്കിയ പോയിന്റ് ബിറ്റോർ സ്പോട്ട് എന്ന് പറയും. ശ്രദ്ധിക്കുക, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ബിറ്റോർ സ്പോട്ട് എന്ന് പറയുന്നത്. അതായത് കൺജക്റ്റൈവിടെ പുറത്ത് ഈ കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ KERATIN കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ സ്ക്ലീറോപോർട്ടിൻ വന്ന് ഇങ്ങനെ പുറമേ വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു സ്പോട്ട് പോലെ കാണപ്പെടും. അതിനെ നമ്മൾ ബിറ്റോർ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് ഡെഫിഷ്യൻസി? സിറോഫ്താൽമിയ, കൺജക്റ്റൈവൽ സിറോസിസ്, ബിറ്റോർ സ്പോട്ട്, പിന്നെ അതുപോലെ കോർണിയൽ സിറോസിസ്, ഇതൊക്കെ ഡ്രൈനസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. പിന്നെന്താണ്? കെരാറ്റോമലേഷ്യ, പിന്നെന്താണ്? റെഡ്യൂസ്ഡ് റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, ഫംഗ്ഷൻ വരുന്നുണ്ട്, നമ്മളെ ഫംഗ്ഷൻ നമ്മൾ എന്താ പറഞ്ഞത്, ഇൻഫെക്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറഞ്ഞു പോയി നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ റെസിസ്റ്റൻസ് പവറും ബോഡിയുടെ റെസിസ്റ്റൻസ് പവറും കുറഞ്ഞു പോയത് വൈറ്റമിൻ എയുടെ കുറവ് വരുമ്പോൾ. പിന്നെ സിവിയർ ഡെഫിഷ്യൻസി കോസസ് ബ്ലൈൻഡ്നെസ്, അന്ധതയ്ക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, നമുക്ക് എല്ലാവരും കൊച്ചിലോട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം എന്താണ്? ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ സ്കിൻ ബിക്കം റഫ്, സ്കിന്ന് റഫ് ആകാനും കാരണം എന്താണ്? ഈ പറയുന്ന വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഒരു കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ഇൻ സ്കിൻ ബൈ ദ ആക്ഷൻ ഓഫ് UV ലൈറ്റ് ഫ്രം ദ സൺ. അതായത് സണ്ണിൽ നിന്ന് വരുന്ന UV ലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ഈ പറയുന്ന വൈറ്റമിൻ ഡി രൂപം കൊള്ളുന്നത്, അല്ലെ ഫോം ചെയ്യുന്നത്. അവർ സ്കിൻ കൺസിസ്റ്റ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ്, പ്രത്യേകം ശ്രദ്ധിക്കുക, 7-dehydrocholesterol. എന്താണ്? നമ്മുടെ സ്കിന്നിൽ എന്തുണ്ട്? സ്കിൻ കൺസിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് കോൾഡ് 7-dehydrocholesterol. ശ്രദ്ധിക്കുക, which gets converted into vitamin D in our body in the presence of sunlight. അല്ലെ, സൺലൈറ്റിന്റെ പ്രസൻസിൽ ഈ പറഞ്ഞ 7-dehydrocholesterol ആണ് എന്തായിട്ട് മാറുന്നത്? വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമുക്കിനി വൈറ്റമിൻ ഡിയുടെ സോഴ്സ് എന്തൊക്കെയാണെന്നോ അതുപോലെ ഫങ്ഷൻസ് എന്താണ്, ഡെഫിഷ്യൻസി എന്താണെന്നൊക്കെ നോക്കാം. അത് പ്ലാന്റ് സോഴ്സ് എന്താ? വൈറ്റമിൻ ഡി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പ്ലാന്റ് ഫുഡ്. എന്താ പറയുന്നത്? വൈറ്റമിൻ ഡി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പ്ലാന്റ് ഫുഡ്. പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്ന എവിടുന്നാണ്? സൺലൈറ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നെ അടുത്ത എന്താണ്? ആനിമൽ സോഴ്സ്. ആനിമൽ സോഴ്സ് എഗ്, ഫിഷ് ലിവർ ഓയിൽ, ഫോർട്ടിഫൈഡ് വനസ്പതിയൊക്കെ എന്താണ്? ആനിമൽ സോഴ്സസ് ആണ്. ഇനി എന്താണ് വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം. പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ്. അതായത് ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് ലഭിക്കുന്ന കാൽസ്യത്തിന്റെ അബ്സോർപ്ഷന് ആര് സഹായിക്കുന്നുണ്ട്? വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മിനറലൈസേഷൻ ആൻഡ് കാൽസിഫിക്കേഷൻ ഓഫ് ബോൺ. എന്താ പറയുന്നത്? ഇറ്റ് പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മിനറലൈസേഷൻ ആൻഡ് കാൽസിഫിക്കേഷൻ. അതായത് ബോണിൽ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ? ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ഡി ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇത് നമുക്കില്ല, നമുക്ക് അതിന് ഇല്ല, നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ഡെഫിഷ്യൻസി മൂലം എന്ത് അസുഖം ഉണ്ടാകാം? ഇവ കുട്ടികൾ എടുത്തുകൊണ്ടുണ്ടാകുന്ന അസുഖം നമുക്കൊക്കെ അറിയാവുന്ന റിക്കറ്റ്സ് അഥവാ കണരോഗം എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമ്പയർമെന്റ് ഓഫ് കാൽസിഫിക്കേഷൻ ഫംഗ്ഷൻ. എന്താണ്? ഇമ്പയർമെന്റ് ഓഫ് കാൽസിഫിക്കേഷൻ ഫംഗ്ഷൻ, അതായത് കാൽസ്യം ഡിപ്പോസിറ്റ് കുറയ്ക്കുക. അതുപോലെ എന്തൊക്കെ ഉണ്ടാകാം? ബോൺസും സ്കൾ ബിക്കം സോഫ്റ്റ് ആൻഡ് ഫ്രജൈൽ. അല്ലെ, ഡിപ്പോസിഷൻ ഉണ്ടായില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ബോൺസും സ്കളും ഒക്കെ സോഫ്റ്റും ആകും, ഫ്രജൈലും ആകും. ബോയിങ് ഓഫ് ലെഗ്സ്, കാലൊക്കെ വളയുന്ന ഒരു ഇത്. അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഓഫ് റിസ്റ്റ്, നീസ് ആൻഡ് ആങ്കിൾ ജോയിൻസ്, എല്ലായിടും എന്ത് സ്വെല്ലിംഗ് ഉണ്ടാവും. അതായത് റിസ്റ്റ് ആയാലും നീസ് ആയാലും ആങ്കിൾ ജോയിൻസ് ഒക്കെ എടുത്താലും സ്വെല്ലിംഗ് ഉണ്ട്. ഈ കണ്ടീഷനാണ് ടോറിക്കറ്റ്സിൽ കുട്ടികളിൽ കാണപ്പെടുന്നത്. പിന്നെന്താണ്? പിന്നെ റെസ്റ്റ്ലെസ്നെസ്, കുട്ടികൾക്ക് തന്നെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകാം, നെർവസ് ആയിട്ടുള്ള ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാകും ഈ പറയുന്ന
റിക്കറ്റ്സ് എന്ന കണ്ടീഷനിൽ. ഇനി അടുത്തെന്താണ് ഓസ്റ്റിയോമലേഷ്യ. അഡൾട്ടിലാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോമലേഷ്യ. ഇവിടെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ എന്താ ബോൺ മാൽഫോർമേഷൻ ഉണ്ടാകുന്നു. ഇതൊക്കെ എന്താണ് ഇതൊക്കെ മുതിർന്നവരിൽ സംഭവിക്കുക. അപ്പൊ ഈ രണ്ട് അസുഖവും നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് വൈറ്റമിൻ ഇയെ കുറിച്ച് നോക്കാം. വൈറ്റമിൻ ഇ ഡെസിഗ്നേറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് കോൾഡ് ടോക്കോഫെറോൾസ്. വൈറ്റമിൻ ഇ എന്താണ് അറിയപ്പെടുന്നത്? ടോക്കോഫെറോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. വിച്ച് ആക്ട് ആസ് ആന്റി ഓക്സിഡന്റ്. എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ആന്റി ഓക്സിഡന്റ് ആയിട്ട് വൈറ്റമിൻ ഇ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റമിൻ ഇയുടെ സോഴ്സും ഫംഗ്ഷനും എന്തൊക്കെയാണ്, അതായത് ഇതിന്റെ ഡെഫിഷ്യൻസി വന്നാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പ്ലാന്റ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ സെറിയൽസ്, ഇപ്പം വീറ്റ് റൈസിൽ ഉണ്ടാവും ഏതാ വൈറ്റമിൻ ഇ ഉണ്ടാവും, ഓർത്തിരിക്കുക. പൾസസ് ആയിട്ടുള്ള ബ്ലാക്ക് ഗ്രാമില്, ഗ്രീൻ ഗ്രാമില്, ബംഗാൾ ഗ്രാമിലൊക്കെ എന്തുണ്ട്? ഈ പറയുന്ന പോലെ വൈറ്റമിൻ ഇ ഉണ്ട്. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ട്, നട്ട്സിലുണ്ട്, വെജിറ്റബിൾ ഓയിൽസിലുണ്ട് എന്ത്? വൈറ്റമിൻ ഇ. പിന്നെ ആനിമൽ സോഴ്സിലെ മീറ്റ്, എഗ്, ഡയറി പ്രോഡക്ട്സിൽ എന്തുണ്ട്? ഈ പറയുന്ന വൈറ്റമിൻ ഇ ഉണ്ട്. നിസ്സാരവാക്കന്റെ എക്സാമ്പിൾസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തിരുന്നോണം. ഏതിൽ പ്രസന്റ് ആണെന്ന് ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇനി ഫംഗ്ഷൻസ് എന്താണ്? റിക്വയർഡ് ഫോർ നോർമൽ റീപ്രൊഡക്ഷൻ ടു മെയിൻറ്റെയിൻ ഫെർട്ടിലിറ്റി ആൻഡ് പൊട്ടൻസി. പൊട്ടൻസിയും ഫെർട്ടിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താ സഹായിക്കുന്നത്? ഈ വൈറ്റമിൻ ഇ നല്ലൊരു സഹായം അല്ലെ, നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻ ഇ ആക്ട്സ് ആസ് ആൻ ആന്റി ഓക്സിഡന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന്റെ ഓരോ സെൽസിന്റെയും മെംബ്രെയിന്റെ സ്റ്റെബിലിറ്റിക്കൊക്കെ സഹായിക്കും, അല്ലെങ്കിൽ ഇന്റഗ്രിറ്റിക്കും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്കൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. ഇനി ഡെഫിഷ്യൻസി എന്താ? ഡെഫിഷ്യൻസി മൂലം എന്ത് സംഭവിക്കാം? റെഡ്യൂസസ് ഫെർട്ടിലിറ്റി, ഫെർട്ടിലിറ്റി കുറയാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസിക്ക് കാരണമാകാം. പ്രീമെച്വർ ഏജിങ് ഉണ്ടോ? ഏജിങ്, പ്രീമെച്വർ ഏജിങ്ങിന് എന്ത് കാരണമാകുന്നു? വൈറ്റമിൻ ഇ കാരണമാകുന്നു. ഓക്കെ. പിന്നെ മസ്കുലാർ ഡിസ്ഫങ്ഷൻ, മസിൽസിന്റെ ഫംഗ്ഷൻ ഒക്കെ കുറയുക. അതുപോലെ ലിവർ ഡാമേജ് ആകുക. പിന്നെ വീക്ക്നെസ് ഇൻ ഹാർട്ട് മസിൽസ് വീക്ക് ആകുക എന്നുള്ള കാരണങ്ങളൊക്കെ എന്തിന് കാരണമാകാം? ഈ പറയുന്ന പോലെ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം വൈറ്റമിൻ ഇ ഒക്കെ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത വൈറ്റമിൻ കെ കുറിച്ച് നോക്കാം. വൈറ്റമിൻ കെ ഈസ് ഓഫൻ കോൾഡ് ആസ് കൊയാഗുലേഷൻ വൈറ്റമിൻ. എന്താണ്? കൊയാഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ഈ പറയുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. എന്ത്? ബ്ലഡ് കൊയാഗുലേഷൻ ഒക്കെ സഹായിക്കുന്നു വൈറ്റമിൻ കെ അല്ലേ? വൈറ്റമിൻ കെ ഈസ് അവൈലബിൾ ഇൻ പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽ ഫുഡ് ഹാവിംഗ് സിമിലർ ബയോളജിക്കൽ ആക്ടിവിറ്റി. പ്ലാന്റ്സിലും കാണപ്പെടുന്നുണ്ട്, ആനിമൽസിലും കാണപ്പെടുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റിയാണ് ഇതിനുള്ളത്, ഈ പറയുന്ന വൈറ്റമിൻ കെക്ക് ഉള്ളത്. ഇറ്റ് ഈസ് വൈഡ് സ്പ്രെഡ് ആൻഡ് ഓൾസോ സിന്തസൈസ്ഡ് ബൈ സം യൂസ്ഫുൾ ബാക്ടീരിയ. അതായത് ചില ബാക്ടീരിയാസും ഈ പറയുന്ന പോലെ വൈറ്റമിൻസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതുപോലെ സോഴ്സും ഫംഗ്ഷനും എന്തൊക്കെയാണ് ഈ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി മൂലം എന്തൊക്കെയുണ്ടാകും നോക്കാം. പ്ലാന്റ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും, അതായത് ഫെനുഗ്രീക്ക, കൊളക്കേഷ്യ, ക്യാബേജ്, സ്പിനാച്ച്, ഇതിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ കെ കാണപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക, കൊളക്കേഷ്യ, ക്യാബേജ്, സ്പിനാച്ച് വൈറ്റമിൻ കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ടൊമാറ്റോയിലുണ്ട്, കോളിഫ്ലവറിലുണ്ട്, സോയാബീൻ ഓയിലുണ്ട്. ഉദാഹരണമൊക്കെ ശരിക്കും നോട്ട് ചെയ്ത് വെക്കുക, നിസ്സാരമാക്കരുത്. പിന്നെ ആനിമൽ സോഴ്സ് എഗ് യോക്ക്, അതുപോലെ മിൽക്ക്, ഓർഗൻ മീറ്റ് ലൈക്ക് ലിവർ ഇതിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഫംഗ്ഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട് അല്ലെ, ബ്ലഡ് കൊയാഗുലേഷൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. അതിന് എന്താണ്? സിന്തസൈസ്ഡ് ബൈ എ ബാക്ടീരിയ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റില് ഈ പറയുന്ന വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ. ഇനി ഡെഫിഷ്യൻസി മൂലം എന്താ സംഭവിക്കുന്നത്? ഹെമറേജ്. സിംറ്റം എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ദ ക്ലോട്ടിംഗ് ടെൻഡൻസി ഓഫ് ബ്ലഡ്. എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുന്നു. ഇത് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ ഇത് ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല അല്ലെ. എന്താ അതുപോലെ സംഭവിക്കുക? കണ്ടിന്യൂസ് ബ്ലീഡിങ് ഉണ്ടാകും. ഫ്രം വൂണ്ട്സ് ആൻഡ് കട്ട്സ് മേ ഒക്കർ. അപ്പം വൈറ്റമിൻ എയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഓക്കെ. ക്ലാസ് ഒക്കെ ഒരുവിധം മനസ്സിലാന്ന് വിശ്വസിക്കുന്നത്. ഈസി ആയിട്ടൊരു പോർഷൻ ആണ്. എങ്കിലും എക്സാമ്പിൾസ് ഒക്കെ എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുക. ചില ഈ നിസ്സാരമായതാണ് എല്ലാവരും തെറ്റിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. താങ്ക് യു.